കർഷക മാർച്ചുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശംഭുവിൽ വൻ സംഘർഷം. പോലീസും കർഷകരും തമ്മിൽ ഏറ്റുമുട്ടി. വയലുകൾ വഴി അതിർത്തി മുറിച്ചു കടക്കാനാണ് കർഷകരുടെ ശ്രമം. കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. സ്ഥാപിച്ച കോൺക്രീറ്റ് ബാരിക്കേഡുകൾ കർഷകർ ട്രാക്ടർ ഉപയോഗിച്ച് തള്ളി മാറ്റി. കർഷകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയൊപ്പം തന്നെ നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ബൽറാമിലേക്കാണ്. ബൽറാം, ഈ കർഷകരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? വലിയ ക്രമീകരണങ്ങൾ പോലീസ്, അർദ്ധസൈനിക വിഭാഗമൊക്കെ ഒരുക്കിയിരിക്കുന്ന പശ്ചാത്തലം, ചിലയിടങ്ങളിൽ അത് സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം, ഇതൊക്കെ നമ്മൾ കണ്ടു. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ബൽറാം? റിജിത്ത്, ഈ കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഉള്ള നടപടികൾ എന്നുള്ളത് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിലാണ്. ഈ ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി ഹരിയാന സർക്കാരിന്റെ നിയന്ത്രണങ്ങൾക്കെതിരെ സമർപ്പിച്ചിരുന്നു. ഈ ഹർജി പരിഗണിച്ച കോടതി ഹരിയാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെ ഉന്നയിച്ചിരിക്കുകയാണ്. ഈ റോഡുകൾ അടച്ച വിഷയം സംബന്ധിച്ചാണ്. എന്തുകൊണ്ട് ഇത്തരത്തിൽ അതിർത്തി റോഡുകൾ അടച്ചു എന്നാണ് പഞ്ചാബ് ഹരിയാന സംസ്ഥാനത്തോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കർഷകർക്ക് ഹരിയാനയിലൂടെ സഞ്ചരിക്കാൻ അവകാശമുണ്ട് എന്നും അത് തടയാനാകില്ല എന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ മറ്റ് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതും മുൻകാലങ്ങളിലുള്ള കർഷക സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചത് എന്നാണ് ഹരിയാന സർക്കാർ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പൂർണ്ണമായും ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. ക്രമസമാധാന നില എന്നുള്ളത് സംസ്ഥാന വിഷയമാണ് എന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്രത്തിനൊന്നും ചെയ്യാനില്ല എന്നുമാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി ചർച്ച നടത്താൻ കർഷകരുമായി തങ്ങൾ തയ്യാറാണ് എന്നും ചണ്ഡീഗഡിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുമാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതേസമയം പഞ്ചാബ് സർക്കാർ ആകട്ടെ കർഷകർ മറ്റുള്ളവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡിൽ പ്രതിഷേധിക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കർഷക സമരം സംബന്ധിച്ച് പഞ്ചാബിന് ആശങ്കയില്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. കൂടാതെ ഡൽഹിയിലേക്കാണ് ഈ മാർച്ച് നീങ്ങുന്നത് എന്നതുകൊണ്ട് തന്നെ ഡൽഹി സർക്കാരിനെ കക്ഷി ചേർക്കണമെന്നും പഞ്ചാബ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഹർജി ഇപ്പോഴും തുടരുകയാണ്. ഹരിയാന സർക്കാരിന് എതിരെ കടുത്ത വിമർശനങ്ങൾ തന്നെ കോടതിയിൽ നിന്നും റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയതിലും ഒപ്പം തന്നെ ഇത്തരത്തിൽ ഇന്റർനെറ്റ് നിരോധനം അടക്കമുള്ള നടപടികൾക്കും എതിരായി ഉയർന്നിരിക്കുന്നു. അതേസമയം ശംഭു അതിർത്തിയിൽ വലിയ സംഘർഷ രംഗങ്ങളാണ് ഇന്ന് ഉണ്ടായത്. കർഷകരെ തടയാൻ കണ്ണീർ വാതക ഷെല്ലുകൾ പലതവണ പോലീസ് പ്രയോഗിച്ചു. ഡ്രോണുകൾ ഉപയോഗിച്ചടക്കം കണ്ണീർ വാതക ഷെല്ലുകൾ ദൂര സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ച കർഷകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചു. പോലീസ് റോഡുകൾ അടച്ചതിനെ തുടർന്ന് കർഷകർ ഇതിന്റെ വശങ്ങളിലൂടെയും ബാരിക്കേഡിന്റെ വശങ്ങളിലൂടെയും ഒപ്പം ഈ കൃഷിഭൂമിയിലൂടെയും വയലുകളിലൂടെയും അതിർത്തി മുറിച്ച് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിച്ചത്. വലിയ തോതിലുള്ള പോലീസ് വിന്യാസം തന്നെ ഈ മേഖലയിൽ ആകെയുണ്ട്. പോലീസും കർഷകരും തമ്മിൽ പലതവണ ഏറ്റുമുട്ടി. പോലീസിനും പോലീസിന്റെ ഡ്രോണിനും നേരെ കർഷകർ കല്ലെറിഞ്ഞു. നിരവധി കർഷകരെ ഈ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 10,000-ഓളം കർഷകർ നിലവിൽ ശംഭു അതിർത്തിയിലുണ്ട് എന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. നിതിൻ അംബുജൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ ഇപ്പോൾ ഏത് മേഖലയിലാണ് നിൽക്കുന്നത്? ഈ സമരത്തെ തടയാനുള്ള ശ്രമം ദിവസങ്ങൾക്ക് മുമ്പേ പോലീസ് തുടങ്ങിയതാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങളും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഘർഷവും ഒക്കെ കർഷകർ നേരത്തെ മുൻകൂട്ടി കണ്ടിട്ടുള്ളതാണ്. അതിനെയൊക്കെ മറികടന്ന് കർഷകർ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? വിവരങ്ങൾ എന്താണ് നിതിൻ അംബുജൻ? റിജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് സിംഗു അതിർത്തിയിലാണ്. സിംഗു അതിർത്തിയിൽ കർഷകർ ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ അതിനുവേണ്ട നടപടികൾ, തടയാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ്, കണ്ടെയ്നർ കൊണ്ട് റോഡിൽ കർഷകരുടെ നീക്കം തടയാനുള്ളൊരു ശ്രമം ഇവിടെ നടന്നു വരുന്നുണ്ട്. മാത്രമല്ല കോൺക്രീറ്റ് ബാരിക്കേഡുകൾ മുകളിൽ മുള്ളുവേലി തീർത്തുമെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തും നടപടികൾ തുടരുന്നു. മാത്രമല്ല മുള്ളുകമ്പികൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നടപടികളാണ് പ്രധാനമായും സിംഗു അതിർത്തി. സിംഗു കൂടാതെ ഗാസിപൂർ, തിക്രി അടക്കമുള്ള അതിർത്തികളിൽ സമാനം തന്നെയാണ് അവസ്ഥ. ഞാനീ നിൽക്കുന്ന സിംഗു ബോർഡറിൽ നിന്ന് ഏതാണ്ട് 214 കിലോമീറ്റർ അകലെയാണ് ശംഭു അതിർത്തി. അവിടെ വെച്ചാണ് ഇപ്പോൾ പോലീസും കർഷകരും തമ്മിൽ ശക്തമായ ഒരു ഏറ്റുമുട്ടൽ തുടരുന്നത്. നേരത്തെ തന്നെ, അതായത് ഏതാണ്ട് മണിക്കൂറുകളോളം സംഘർഷം അവിടെ തുടരുന്നുണ്ട്. കർഷകർ പല വഴി ഡൽഹിയിലേക്ക് കടക്കാനുള്ള ശ്രമം നടന്നു വരികയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഹരിയാനയിലെ കുരുക്ഷേത്രയിലും സമാനമായി തന്നെ പോലീസിന്റെ
പ്രതിസന്ധികളെല്ലാം തന്നെ മറികടന്ന് കർഷകർ ഡൽഹിയിലേക്ക് കടക്കാനുള്ള ശ്രമം നടന്നു വരികയാണ്. അവിടെ പോലീസിന്റെ ബാരിക്കേഡുകൾ കർഷകരെല്ലാം തന്നെ നീക്കം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസം മുൻപ് തന്നെ സിംഗു അതിർത്തിയിൽ ഇത്തരം സാധനങ്ങൾ ബാരിക്കേഡുകളെല്ലാം തന്നെ ഇവിടെ സ്ഥാപിക്കാനുള്ള നടപടികൾ തുടരുന്നു. അതുകൊണ്ട് അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാനുള്ള നീക്കം തന്നെയാണ് കർഷകരുടെ ഭാഗത്തും സ്വീകരിച്ചു വരിക. സ്വാഭാവികമായിട്ടും ഈ ട്രാക്ടറിലെല്ലാം തന്നെ ബാരിക്കേഡുകൾ നീക്കം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് കർഷകർ ഡൽഹി ചലോ മാർച്ച് ആരംഭിച്ചത്. രാവിലെ 10 മണിക്ക് പഞ്ചാബിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ശംഭു അതിർത്തിയിൽ വെച്ച് പോലീസുമായി ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ഹരിയാന അടക്കമുള്ള വിവിധ മേഖലകളിൽ നിന്ന് ഈ ഡൽഹി ചലോ മാർച്ചിലേക്ക് കർഷകർ എത്തുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ ഹരിയാനയിലെ കുരുക്ഷേത്രത്തിലാണ് ഇപ്പോൾ കർഷകരും പോലീസും തമ്മിൽ ഒരു സംഘർഷം നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹരിയാനയിലെ ഏതാണ്ട് 114 കമ്പനി സേനകളെ വിന്യസിച്ചുകൊണ്ടാണ് കർഷക സമരത്തെ പോലീസ് നേരിടുന്നത്. ഏതാണ്ട് 50ഓളം പോലീസ് സേനകളെ പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഏതാണ്ട് 7 ജില്ലകൾ, കർണാൽ, കുരുക്ഷേത്ര, പാനിപ്പത്ത് അടക്കമുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ സമാനമായി തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം മറികടന്നാൽ മാത്രമേ കർഷകർക്ക് ഈ സിംഗു അതിർത്തിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ സിംഗു അതിർത്തിയിലെത്തി കർഷകർ സംഘടനകൾ ഇനി ഡൽഹിയിലേക്ക് പോകുമോ, അതല്ല സിംഗുവിൽ തന്നെ ക്യാമ്പ് ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും സിംഗു അതിർത്തി ലക്ഷ്യം വെച്ച്, ഡൽഹി ലക്ഷ്യം വെച്ചുള്ള കർഷക സമരം ഇപ്പോഴും തുടരുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലുള്ള കർഷക സംഘടനകളുടെ മാർച്ച് ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ശംഭുവിലും അതോടൊപ്പം തന്നെ കുരുക്ഷേത്രത്തിലുമാണ് ഇപ്പോൾ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. രാജ്യതലസ്ഥാനം ലക്ഷ്യമിട്ടുള്ള കർഷകരുടെ പ്രതിഷേധം, അതിനെ തടയാനുള്ള ശ്രമം ഊർജിതമായി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. പോലീസ് സ്ഥാപിച്ച കോൺക്രീറ്റ് ബാരിക്കേഡുകൾ കർഷകർ ട്രാക്ടർ ഉപയോഗിച്ച് തള്ളിമാറ്റുന്നത് നമ്മൾ കണ്ടു. വലിയ രീതിയിലുള്ള പ്രതിഷേധം, ചിലയിടങ്ങളിൽ അത് സംഘർഷത്തിലേക്ക് വഴിമാറുന്നതും നേരത്തെ മണിക്കൂറുകളിൽ കണ്ടിരുന്നു. നിതിൻ അംബുജനും ബൽറാം നെടുങ്ങാടിയുമാണ് വിവരങ്ങൾ നൽകിയത്.